The Queens of Hiramandi. 1940കളിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ലാഹോറിലെ ഹീരാമണ്ഡി എന്ന മിന്നുന്ന ജില്ലയിൽ രാജ്ഞികളെക്കാളും ഒട്ടും കുറവല്ലാത്ത തവായിഫുകളുടെ ജീവിതമാണ് ഈ സീരീസിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ദ ക്വീൻസ് ഓഫ് ഹീരാമണ്ഡി എന്ന് പറയുന്ന ഹീരാമണ്ഡിയിലെ രാജ്ഞികൾ സത്യത്തിൽ ആരാണ്? ഓരോ തവായിഫുകളും എന്തൊക്കെ ആഭരണങ്ങളാണ് ധരിക്കുന്നത്? ഇതൊക്കെ വ്യാജമാണോ അതോ യഥാർത്ഥ വിന്റേജ് ആണോ? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ അഭിനേതാക്കൾക്കും വ്യത്യസ്തമായി ഓരോ പീസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഈ വീഡിയോയിൽ ഇതെല്ലാം ഡീകോഡ് ചെയ്യുന്നു. റാണികളെ പോലെ ഇരിക്കുന്ന ഈ കഥാപാത്രങ്ങളും അവരുടെ ആഭരണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഹീരാമണ്ഡി കാസ്റ്റിലെ നമ്പർ 1 മനീഷ കൊയ്രാല അവതരിപ്പിച്ച മല്ലിക ജാൻ സങ്കീർണവും ബഹുമുഖവുമായ കഥാപാത്രമാണ്. ഷാഹി മഹലിന്റെ മുഖ്യ തവായിഫ് എന്ന നിലയിൽ മല്ലിക ജാൻ അതിശക്തിയും അധികാരം കൈയാളുന്നവളുമാണ്. ഗംഭീരമായ ആജ്ഞാശക്തിയുള്ള മല്ലിക ജാനെ ഷാഹി മഹലിലെ ഏവരും ഭയഭക്തി ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. അധികാരത്തിന്റെ ഒരു പ്രഭാവലയം അവർക്ക് ചുറ്റുമുണ്ട്. ഹീരാമണ്ഡിയിൽ ഏറ്റവും വിജയകരമായ കോട്ട നടത്തുന്ന മല്ലിക ജാൻ തീർച്ചയായും കൗശലക്കാരിയും വൈദഗ്ധ്യമുള്ള ബിസിനസ്സുകാരിയായിരിക്കണം. തവായിഫുകൾ പരമ്പരാഗതമായി അവരുടെ കലാപരമായ കഴിവുകൾക്കും സംഗീതം, നൃത്തം, കവിത എന്നിവയിലെ അറിവിനും പേരുകേട്ടവരാണ്. മല്ലിക ജാൻ അക്ഷരാർത്ഥത്തിൽ ഈ ഗുണങ്ങളുടെ പ്രതിരൂപമാണ്. തന്റെ 2 പെൺമക്കളുടെയും ലജ്ജോവിന്റെയും മാതൃസ്ഥാനത്ത് നിന്ന് അവരെ സംരക്ഷിക്കുന്ന മല്ലിക ജാന്റെ ഭൂതകാലം പക്ഷേ രഹസ്യങ്ങൾ അടങ്ങിയതാണ്. വൈരുദ്ധ്യതയുടെ പര്യായം കൂടിയാണ് മല്ലിക ജാൻ. തൊഴിലിന്റെ വെല്ലുവിളികളും സാമൂഹിക പ്രതീക്ഷകളോടും വ്യക്തിപരമായി മല്ലിക ജാനിൽ ഒരുപാട് ആന്തരിക പോരാട്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഷാഹി മഹലിന്റെ അവസാന വാക്കാകുന്ന തന്നെ എല്ലാവരും ഹുസൂർ എന്നേ വിളിക്കാവൂ എന്ന് വാശി പിടിക്കുന്ന അവർ ശക്തമായ നിലപാടുകളോടെയാണ് കോട്ട ഭരിക്കുന്നത്. അവർക്ക് ചുറ്റുമുള്ളവർ ഒരേ സമയം തന്നെ അവരോട് അസൂയപ്പെടുകയും ബഹുമാനിക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ചക്രവർത്തിനിയെക്കാളും ഒട്ടും പുറകിലല്ല മല്ലിക ജാന്റെ സ്ഥാനം. അവരുടെ സ്റ്റൈലിങ്ങും ആഭരണങ്ങളും അത് തന്നെ പ്രതിഫലിപ്പിക്കുന്നു. മാതാ പട്ടി, മാങ് ടീക്ക, പാസ, നെക്ലേസ് സ്യൂട്ട് എന്നിങ്ങനെ വിപുലമായ ആഭരണങ്ങൾ ഏറ്റവും വലുതും ഏറ്റവും പ്രൗഢിയുള്ളതും അവരുടേതാണ്. അധികാരം വിളംബരം ചെയ്യുന്ന വിധത്തിലാണ് അവരുടെ എല്ലാ ആഭരണങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവരുടേത് കൂടുതൽ പക്വതയുള്ള ഡിസൈനുകളും കിടപിടിക്കാനില്ലാത്ത മികച്ച മുഗൾ ശൈലിയിലും ഉള്ളതുമാണ്. മല്ലിക ജാന്റെ ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് സാധാ ഗോദ്രേജ് ലോക്കറുകളിലല്ല, നിലവറകളുള്ള മുറികളിലാണ്. സവിശേഷമായത് മാത്രമേ മല്ലിക ജാൻ സ്വീകരിക്കുന്നുള്ളൂ. ഒരു രംഗത്തിൽ വലുപ്പത്തിലും മികവിലും 2ാം ഗുണനിലവാരമുള്ള ഡയമണ്ട്സ് അവർ നിരസിക്കുന്നുണ്ട്. മികച്ചത് മാത്രമേ ഷാഹി മഹലിൽ എത്താവൂ എന്നവർ ആവശ്യപ്പെടുന്നു. എല്ലാ ആഭരണങ്ങളും ഈ സീരീസിനായി പ്രത്യേകം തയ്യാറാക്കിയതാണ്, ഒന്നൊഴികെ. SLV ഒരിക്കൽ ഒരു വിന്റേജ് പത്രിഹാറും മയിൽമാലയും കാണാനിടയായി. ഒരു ഹോൾദാലി സ്റ്റൈലിൽ ഉള്ളത്. ബർമ റൂബീസും റോസ് കട്ട് ഡയമണ്ടുകളും പതിച്ച മികച്ച വർക്ക്മാൻഷിപ്പുള്ള അപൂർവം ഒരു പീസ്. SLVക്ക് ഇഷ്ടപ്പെട്ട ആ പീസ് പരമാണി ജുവലേഴ്സ് ഒരു കുടുംബത്തിൽ നിന്ന് മോഹവില കൊടുത്ത് അത് വാങ്ങി. ഈ സീനിൽ മനീഷ ധരിച്ചിരിക്കുന്ന ആഭരണമാണത്. അത്രയ്ക്കുണ്ട് SLVയുടെ സങ്കല്പത്തിലെ മല്ലിക ജാൻ അർഹിക്കുന്ന പ്രത്യേകത. വിബോജാൻ, ഫരീദൻ എന്നീ മറ്റ് കഥാപാത്രങ്ങളുടെ സവിശേഷമായ സ്റ്റൈലിങ്ങും ആഭരണങ്ങളെ കുറിച്ചുമാണ് നമ്മുടെ അടുത്ത വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.